പാവം കിളികളുടെ ഒരു ദയനീയമായ അവസ്ഥയാണ് കാണിക്കാൻ പോകുന്നത്. ഇവർക്ക് 1.5-2 ദിവസമായിട്ട് ഫുഡ് കിട്ടിയിട്ടില്ല. ഒരു ഹോസ്പിറ്റൽ കേസായ കാരണം ഇവർക്ക് ഫുഡ് കൊടുക്കാൻ പറ്റിയിട്ടില്ല. തീറ്റയൊക്കെ ഏകദേശം കഴിഞ്ഞു. അല്ല, 2 ദിവസത്തേക്ക് കൊടുക്കാനുള്ള തെനയുണ്ട്. പക്ഷേ ആഫ്രിക്കൻ മിക്സ് കഴിഞ്ഞിരിക്കുക. ഇഷ്ടംപോലെ സൺഫ്ലവർ സീഡ് ഉണ്ട്. പക്ഷേ ഇത് ചെറിയ കിളികൾ കഴിക്കില്ല. ആഫ്രിക്കൻ കഴിക്കും, പക്ഷേ ലവ് ബേർഡ്സ് കഴിക്കത്തില്ല. അതൊക്കെ കണ്ടോ, വേസ്റ്റ്. വെറും താഴെ ഞാൻ കൊട്ടിയ കുറച്ച് ഇതിൻ്റെ തൊണ്ട് മാത്രം അതിന്ന് തീറ്റ പെറുക്കി തിന്നാം. പാവങ്ങൾ വിശന്നിട്ടേ രക്ഷയില്ല. ഞാൻ ഇവരായിട്ട് അത്ര ടേംഡ് ഒന്നുമല്ല, പക്ഷെ നോക്കിക്കോട്ടെ, ഞാൻ അകത്ത് കയറുമ്പോൾ ഇവർ ഫുഡിന് വേണ്ടി കാണിക്കുന്നത് നോക്കിക്കോ. കാരണം വിശപ്പിൻ്റെ വിളിയാണിത്. ഓക്കെ, പാവങ്ങൾ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇവരായിട്ട് ഞാൻ അത്രയും ടേംഡോ അല്ലെങ്കിൽ പരിചയമുള്ള കിളികളൊന്നും അല്ല. പക്ഷെ ഇവർ ഞാൻ തട്ടി വിടട്ടെ. കാര്യം ഡോർ ഇവിടെ അടുത്ത്, ഡോറ് ഡബിൾ ഡോറൊന്നുമല്ല. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു പേടിയുണ്ട്. ഞാൻ കാണിച്ചു തരാം. പക്ഷെ ഇത് തുറക്കുമ്പോഴത്തേനും ഇത് അത്രയും എൻ്റെ പ്ലേറ്റിൽ വന്നിരിക്കും. അതാ എനിക്ക് പേടിയാണ്. ഒന്ന് പുറത്ത് പോകാൻ പറ്റത്തില്ലല്ലോ. ഒരു മിനിറ്റ്. സോ ഗൈസ്, അങ്ങനെ ഞാൻ അകത്ത് തീറ്റയും കൊണ്ട് കയറിയിരിക്കുകയാണ്. ഈ തുറന്നില്ല. ഓക്കെ, യെസ്. നോക്ക്, ഇവരൊന്നും ടേംഡ് അല്ല, ഇങ്ങനെയൊന്നും വന്നിരിക്കുന്ന കിളികളെ അല്ല. ഓക്കെ, പക്ഷെ ആ വിശപ്പ് കാരണം അവർ വന്നിരിക്കുകയാണ്. മനസ്സിലായോ? ഇതുണ്ടോ, ഇവർക്ക് ഭക്ഷണം വെച്ച് കൊടുക്കട്ടെ. ഗൈസ് വരൂ. നിങ്ങൾക്കുള്ള ഫുഡ് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ചിലപ്പോൾ എൻ്റെ കയ്യിലൊക്കെ വന്നിരുന്ന് തീറ്റ എടുക്കുമായിരിക്കും. കാരണം അങ്ങനെയൊന്നും എൻ്റെ കയ്യിൽ വന്നിരിക്കാറില്ല. ചിലപ്പോൾ വന്നാലോ, ഇന്ന് ഇപ്പോൾ വിശപ്പല്ലേ, വിശപ്പായ കാരണം ചിലപ്പം വെച്ചി ആരൊക്കെ കയ്യിൽ കയറിയിരിക്കുന്നു. 2 ദിവസമായിട്ട് ഫുഡ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അവർ ഇത്രയും അടുത്ത് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഒന്നും ഇത്ര അടുത്ത് വരാറില്ല. റിയലി ഓസം. ലൈക്ക് എൻ്റെ കയ്യിലൊന്നും ഇരിക്കുന്നില്ല കേട്ടോ. എന്നിട്ടും പേടിയാണ്, എല്ലാവർക്കും പേടി. സീരിയസ്. കമോൺ ഗൈസ്, നിങ്ങൾ ആരെങ്കിലൊക്കെ എൻ്റെ കയ്യിൽ വന്നിരിക്കൂ. ഇങ്ങനൊരു കാഴ്ച ഇത് ആദ്യമായിട്ടാണ്. ഇങ്ങനെ ഇത്രയും വിശപ്പിൻ്റെ ആ ഒരു വിളിയാണ് നിങ്ങൾ ഈ കാണുന്നത് ഗൈസ്. പക്ഷേ പാവങ്ങൾ. ഇനി കുറച്ച് 2-3 കുഞ്ഞുങ്ങളുണ്ട്. അവരിപ്പോൾ എന്നെ കണ്ട് പേടിച്ചിട്ടതേ മരച്ചിൽ കയറി ഇരിക്കുന്നുണ്ട്. അവർക്കൊന്നും ഫുഡ് കിട്ടിയിട്ടില്ല. അവർ വന്ന് എടുക്കുമോ കഴിക്കുമോ ഒരു ഐഡിയ ഇല്ല. എന്തായാലും നമ്മൾ കുറച്ച് 1-2 പാത്രത്തിലും കൂടെ ഫുഡ് വയ്ക്കുന്നുണ്ട്. കാര്യം ഇവരെല്ലാവർക്കും ഒന്നിച്ചൊന്ന് കഴിക്കാനുള്ള സ്പേസ് ഇല്ല ഇതിനകത്ത്. ആരും എൻ്റെ കയ്യിലൊന്നും ഒന്നും ഇരിക്കുന്നില്ല. പേടിയാണ് അപ്പോഴും. ഇതുണ്ടോ, എല്ലാവർക്കും പേടിയാണ്. പറന്നു പോകുന്നത്. എന്നാലും അവർ വന്നിരിക്കും പാത്രത്തിൽ, എൻ്റെ കയ്യിലല്ല. കുറച്ച് വലിയ കിളികളുണ്ട്. അപ്പോൾ അവർക്ക് നമുക്ക് ഇതിനകത്ത് വലിയ കിളികളുണ്ട്. അപ്പോൾ അവർക്ക് നമുക്ക് ഇത് കൊടുക്കണം. എന്താ, സൺഫ്ലവർ സീഡ്. എന്നാലേ അവർക്ക് കിട്ടത്തുള്ളൂ. സൺഫ്ലവർ സീഡ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇത്രയും ഇതിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എന്ത് പറയാനാ, ഡെഡിക്കേറ്റഡ് ആയിട്ടിരുന്ന് കഴിക്കുക. അടികൂടുന്നുണ്ട് ഫുഡിന് വേണ്ടി. പേടിയുണ്ട് എല്ലാവർക്കും. എന്നാൽ ഫുഡ് തിന്നോ വേണം. എന്ത് സങ്കടം എന്ന് പറയാം. ആ വലുത് അടികൂടുന്നുണ്ടോ? നിനക്ക് ഫുഡ് ഉണ്ടല്ലോ, നീ എന്തിനാ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത്? മറ്റുള്ളവരെ ദ്രോഹിച്ചാൽ ഞാൻ ഓടിച്ച് പറപ്പിച്ചു വിടും കേട്ടോ. നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു പ്ലേറ്റ് കൂടെ വെക്കാം. ഒരു പ്ലേറ്റ് കൂടെ എടുത്തിട്ട് വരട്ടെ. അവിടെ കുഞ്ഞുങ്ങളുണ്ട്. അവരൊന്നും കഴിക്കുന്നില്ല. കാരണം അവർക്ക് നമ്മുടെ അടുത്ത് വരാൻ പേടിയില്ല. ഇതെല്ലാം ഇപ്പോൾ വിരിച്ചിറങ്ങി ഒരു 1-2 ആഴ്ചയായിട്ടുള്ള ഇവർ കൂട്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട്. ഞാനായിട്ട് അധികം ഇൻട്രാക്ഷൻ ഒന്നും വന്നിട്ടില്ല.
ഫസ്റ്റ് ടൈമാണ്, അതായത് സെക്കൻഡ് ടൈമാണ് ഞാൻ ഇവരുടെ ഈ കൂട്ടിനകത്ത് കയറുന്നതായിരുന്നു. ഇവർ പുറത്തിറങ്ങിയ ശേഷം. ഇതൊരു പുതിയ കിളിയാണ്, പുതിയ പിടിച്ചിറങ്ങിയതാണ്. അയാൾ പുതിയതാണ്. ഇവിടെ ഒരു പ്ലേറ്റ് ഉണ്ട്. ഞാൻ ഇത് നമുക്കൊരു കാര്യം ചെയ്യാം, ഇതൊന്ന് ക്ലീൻ ചെയ്യാറ്. ഇതിൻ്റെ തൽക്കാലം ഇവിടെ കൊട്ടി വയ്ക്കണം, പിന്നീട് ക്ലീൻ ചെയ്യാം. കാരണം അതിനുള്ള സമയമില്ല. പിന്നെ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ എടുത്ത് കഴിച്ചോളും. ഒരു സൈഡിൽ കൊട്ടി വയ്ക്കുന്നുണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെടുത്ത് കഴിച്ചോളും. എന്നിട്ട് നമുക്ക് ഇക്കാലം ക്ലീൻ ചെയ്യണമല്ലോ. എന്താ ചെയ്യാം, ക്ലീൻ ചെയ്യാം. തുണിയെടുത്ത് തുടയ്ക്കണം എന്നുണ്ട്.